നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണല്ലോ. തെരഞ്ഞെടുപ്പ് സാമഗ്രികളൊക്കെ, ഇലക്ഷൻ സാമഗ്രികളൊക്കെ വിതരണം ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്താവിവരം നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. കെ ടി സ്വാലിഹ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് ഇതിന്റെ വിവരങ്ങൾ നൽകാനായിട്ട്. നോക്കാം അതിന്റെ ക്രമീകരണങ്ങൾ മറ്റും എങ്ങനെയാണ് എന്ന്. സ്വാലി, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് സാമഗ്രികളും മറ്റു കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്ന അല്ലെങ്കിൽ വിതരണം ചെയ്യുന്ന കാര്യങ്ങളാണ് ഇനി നടക്കാനുള്ളത്. ഈ പരിപാടി വിതരണം ആരംഭിച്ചോ തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ? മനു, ചുങ്കത്തറ മാർത്തോമ്മ കോളേജിലാണ് വിതരണം. 9 മണിയോടെ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് തന്നെ ഈ പോളിംഗ് സ്റ്റേഷനുകളുടെ ക്രമീകരണമെല്ലാം പൂർണ്ണമായി പൂർത്തിയാക്കേണ്ടതുണ്ട്. 1,13,613 പുരുഷ വോട്ടർമാരും 1,18,760 വനിതാ വോട്ടർമാരും 8 ട്രാൻസ്ജെൻഡർ വോട്ടർമാരുമാണ് മണ്ഡലത്തിലുള്ളത്. നിലവിൽ 373 പ്രവാസി വോട്ടർമാരും 324 സർവീസ് വോട്ടർമാരും പട്ടികയിലുണ്ട്. 297 പോളിംഗ് സ്റ്റേഷനുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ഉപതെരഞ്ഞെടുപ്പിന് 59 എണ്ണമാണ് പുതുതായി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 263 പോളിംഗ് സ്റ്റേഷനുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇതിലേക്ക് വേണ്ട പോളിംഗ് സാമഗ്രികളുടെ വിതരണമാണ് ഇന്ന് നടക്കുന്നത്. ഇതിന് വേണ്ട മറ്റു ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. വളരെ സുഗമമായി തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ട മുഴുവൻ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചതായി ജില്ലാ കളക്ടർ, വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പോളിംഗിനുള്ള സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥരുടെയൊക്കെ സേവനം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അതിനായി ഉദ്യോഗസ്ഥരോടെല്ലാം ഇന്ന് തന്നെ അതത് സെന്ററുകളിൽ എത്താനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ മണ്ഡലത്തിൽ വരുന്ന പോളിംഗ് സ്റ്റേഷനുകളുടെ എല്ലാം ഭാഗങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ, വെബ്കാസ്റ്റിംഗ് സൗകര്യം എല്ലാ പോളിംഗ് ബൂത്തുകളിലും ക്രമീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഈ റാൻഡമൈസേഷൻ എല്ലാം നിലവിൽ തന്നെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. വിവിപാറ്റുകളാണ് എല്ലായിടത്തും ഉപയോഗിക്കുന്നത്. അതിൻ്റെ പരിശോധനയും നിലവിൽ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ വിതരണത്തിലേക്ക് കടക്കുന്നത്. മനു, ശരി, ഏതായാലും ഈ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചിരിക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഇതിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് 9 മണിയോടുകൂടി ആരംഭിക്കും. നിലമ്പൂരിലെ എല്ലാ ബൂത്തുകളിലേക്കുമുള്ള ബാലറ്റ് മറ്റു കാര്യങ്ങളുമൊക്കെ, അതായത് നമുക്കറിയാമല്ലോ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ, അതിൻ്റെ വിതരണം, മറ്റ് സാമഗ്രികളൊക്കെ വിതരണം ചെയ്യും. സുരക്ഷാ കാര്യങ്ങളൊക്കെ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇന്ന് നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസം. ഇനി നിലമ്പൂർ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നു. ഇനി മണിക്കൂറുകളുടെ ദൂരം മാത്രമാണ് ഈ പറയുന്ന നാടിളക്കിയുള്ള പ്രചരണത്തൊടുവിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ബാക്കിയുള്ളത്. അങ്ങനെ നിലമ്പൂർ അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ വേണ്ടി പോകുന്നു. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് റിസൾട്ട് അറിയാൻ ബാക്കിയുള്ളത്. എന്തായിരിക്കും നിലമ്പൂരിന്റെ ജനവിധി എന്നറിയാനുള്ള ആവേശത്തോടെയുള്ള കാത്തിരിപ്പ്. ആത്മവിശ്വാസത്തിൽ മുന്നണികൾ. നിലമ്പൂരിന്റെ മനസ്സ് കീഴടക്കിയ എം സ്വരാജിനെ നമുക്ക് ഒരു ഭാഗത്ത് കാണാൻ കഴിയുന്നു, മറുഭാഗത്ത് വിവാദങ്ങളിൽ തിളക്കം മങ്ങി നിൽക്കുന്ന UDF ക്യാമ്പിനെയും കാണാൻ കഴിയുന്നു. എന്തായാലും ജനവിധിക്കായി നമുക്ക് കാത്തിരിക്കാം. സമഗ്രമായ വിവരങ്ങൾ ഓരോ മിനിറ്റിലും പ്രേക്ഷകരുടെ മുൻപിലേക്ക് ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും.